5 കൊല്ലം അടുപ്പിച്ച് ശംഖുമുഖം എന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ പോവാതെയായി. പല കാര്യങ്ങളും ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഞാനിത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ നിന്റെ അമ്മയാണ്. കേസസ് വരും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എല്ലാ ഭാഗം കുത്തിക്കും. അതാണ് മെയിൻ വെറൈറ്റി. അതെ, അമ്മയ്ക്ക് എല്ലാ ചോദ്യത്തിനും ആൻസേഴ്സ് ഉണ്ട്, അറിയില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല, ഫോണിൽ നിന്ന് മാറി നേരമില്ല. സ്കൂളിൽ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവന് പോയിട്ട് വന്നിട്ടുള്ളൂ. അതെ, കുഞ്ഞിലേ മുതൽ എങ്ങനെയാണോ അധികം കുരുത്തക്കേടൊന്നും ഇല്ലാത്ത? കുരുത്തക്കേടൊക്കെ ഉണ്ട്, അതൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്. അതൊന്നും ടീച്ചർമാരുടെ കണ്ണിൽ പെട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെയാണല്ലേ, എല്ലാം ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്ത് ആരുടെ എത്തിക്കില്ലല്ലേ? അപ്പൊ അതുപോലെ തന്നെ പഠിത്ത കാര്യങ്ങളിലൊക്കെ പഠിത്ത കാര്യങ്ങൾ ഇതുവരെ ഒന്നിലും ഇടപെടേണ്ടി വന്നിട്ടില്ല. എല്ലാം തന്നെ ചെയ്യാറ് പതിവ്. തന്നെ പഠിച്ചോളും. തന്നെ പഠിച്ചാലേ കാര്യമുള്ളൂ എന്നറിയാം, അതുകൊണ്ട് തന്നെ പഠിച്ചോളും. അങ്ങനെ പഠിക്കാൻ നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല അതുവരെ. ഞാൻ കേന്ദ്ര വിദ്യാലയം പാങ്ങോട് +2 വരെ, 6th വരെ കാർമലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് KVയിൽ പോയി. +2 ഇപ്പൊ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു പുതിയ ഒരു ജേർണിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ആൻഡ് അതുപോലെ തന്നെ മകളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അഭിനയിച്ച സീരിയൽ കണ്ടിട്ടുണ്ടോ? കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോന്നല്ലേ, കാണാറുണ്ടോ? ഇപ്പൊ അങ്ങനെ ഇല്ല. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സീൻസ് ഒക്കെ വരുമ്പോ അങ്ങനെ എന്നെ വിളിച്ച് കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ. അല്ലാതെ TV വരുമ്പോഴത്തേനും പഠിത്തമായിരിക്കും അല്ലേ? പൊതുവെ TV കാണുന്ന സ്ഥിരം കാണാറില്ല. അപ്പൊ നേരത്തെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവര് സ്ഥിരം കാണുമായിരുന്നു. അപ്പോൾ TV ഓൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മളും കാണും. പിന്നെ അങ്ങനെ ചില സീരിയലൊക്കെ ഇവള് കണ്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്രിട്ടിക്കാണ്, എല്ലാത്തിനെയും കുറ്റം പറയും. കുറ്റം മാത്രമല്ല, നല്ലത് കണ്ടാ നല്ലതെന്ന് പറയല്ലേ. അപ്പൊ അമ്മ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ പറയാൻ പറഞ്ഞ ഏതായിരിക്കും പറയാറ്? പണ്ട് അഭിനയിച്ച പാദസരം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ്, അതില് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ നെഗറ്റീവ് റോൾസ് ചെയ്യുന്ന വളരെ കുറവാണ്. കാരണം ഇപ്പൊ തന്നെ ഒരു പാവ ഒരു അമ്മയല്ലേ, പാവമായിട്ടുള്ള ഒരു അമ്മയല്ലേ? അതങ്ങനെ ഇരുന്നോണ്ട് മാറ്റണ്ട. അല്ല, അങ്ങനെയല്ലേ? സത്യം പറയൂ. അതെ അതെ ആണ്, അതെ അതെ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് റോളിലേക്ക് വരുമ്പോഴത്തേന് അത് ഡിഫറെന്റ്. നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴായാലും ഒരു അമ്മ വന്ന് അടിച്ചിട്ടൊക്കെ പോയി. ആണോ? നെഗറ്റീവ് റോള് നിന്റെ അടുത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ നമ്മളായാലും നമ്മളിപ്പോ സീരിയലിലെ സിനിമയിലൊക്കെ വില്ലന്മാരെ കണ്ടുവെച്ചാൽ നമുക്ക് അവരൊരു വില്ലൻ തന്നെയാണല്ലേ. അതിലൊരു ഡോക്ടറിന്റെ ക്യാരക്ടറായിരുന്നു. അപ്പോ അത് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് വിഷ് ചെയ്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവര് ഈ ക്യാരക്ടറും അല്ലെങ്കിൽ റിയൽ ലൈഫിലെ ഇതും തമ്മിൽ ചിലർ പെട്ടെന്ന് അങ്ങനെ ഇതാക്കില്ല. അപ്പോൾ ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും വിഷ് ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ റിയൽ ലൈഫിൽ ഡോക്ടറാവാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ കുറച്ച് കാലഘട്ടം ഡോക്ടറായിട്ട് നടക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് അവിടെ വെച്ചാണ്. അപ്പൊ എന്നിട്ട് അമ്മൂമ്മ അടിച്ചിട്ട് പോയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അത് ഇങ്ങനെ ദേഷ്യപ്പെട്ട്, നീ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല, അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു അത് കഥയാണ്, കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നല്ല ഈസി ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. അതുപോലെ തന്നെ ഇപ്പൊ നല്ല നല്ല റോളുകൾ ചെയ്യുമ്പോഴത്തേനും അതുപോലെ തന്നെ അപ്രീസിയേഷൻ ആയിട്ട് ചെയ്തപ്പോ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു അമ്മൂമ്മ വന്ന് കാല് തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. ദേവി മഹാത്മ്യത്തിലാണല്ലേ കുറെ പുരാണ സീരിയല് ദേവിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ദേവി മഹാത്മ്യാണ് കുറച്ചുകൂടെ എന്താണ് ആ ഒരു ഫേസ് കുറച്ചുകൂടെ ടൈറ്റിൽ റോളിൽ ചെയ്തത് ദേവി മഹാത്മ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ റോൾ ചെയ്യുമ്പോഴത്തേന് ദൈവമായിട്ടൊരു ബ്ലെസ്സിങ്. അതുപോലെ തന്നെ എന്താണ് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഇതാ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ട് നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാം. പക്ഷെ നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ് മകൾക്ക് ആ ഒരു റോള് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നല്ലേ. കാരണം ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മത്സരത്തിൽ അങ്ങനെ റോൾ ചെയ്തപ്പോഴത്തേന് അതാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാദസരം ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ്. ഇത് കൂടാതെ തന്നെ മാം ചെയ്ത ഒരു 5 സീരിയലിന്റെ പേര് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞ ടാസ്ക് തന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സ്നേഹപൂർവ്വം ശ്യാമ, കൂടെയുടെ ഏഷ്യനെറ്റില് ഉണ്ടായിരുന്നു. പിന്നെ ക്ഷണപ്രഭാ ചഞ്ചലം, പാദസരം, കളിവീട്. ഓക്കെ, 5 ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ സ്വാതന്ത്ര്യത്തില് സാന്ത്വനം 2 ഉണ്ടായിരുന്നത് ഞാൻ കാണാറുള്ള സീരിയലാണ് കേട്ടോ. അതില് മറ്റേ മീനാക്ഷിയുടെ
അമ്മയായിട്ട്. ഓക്കെ. ഇപ്പൊ മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞപ്പോ കാണുന്നില്ലേ ഇപ്പൊ? അങ്ങനെയാണ്. ആൻഡ് അത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സ്നേഹപൂർവ്വം ശ്യാമ, പിന്നെ പ്രേമപൂജ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിലിപ്പോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ബ്രദർ ഉണ്ട്. അപ്പൊ മാം പോയിട്ടൊക്കെ വരുമ്പോഴത്തേന് ഒറ്റയ്ക്കാണോ ഇവിടെ? എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദർ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ പോയി നിൽക്കും. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ട്യൂഷനും കാര്യങ്ങളൊക്കെ കോച്ചിങ്ങിന് പോകണം, പഠിക്കണം. അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ അമ്മ ഇപ്പൊ ഫുൾ സീരിയലിലൊക്കെ ആയിട്ട് ബിസി ആകുമ്പോഴത്തേന് ഭയങ്കര മിസ്സിംഗ് ഫീൽ ആണോ? മീൻസ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തുന്നുണ്ടോ? അതെ, മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യും, ഓഫ് കോഴ്സ് ഫീൽ ചെയ്യും. അവ ഫോൺ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. ഇപ്പൊ പിന്നെ അങ്ങനെ ഡെയിലി പോയി വരികയാണല്ലോ. രാവിലെ പോകും, വൈകിട്ട് വീട്ടിൽ വരും. അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. എങ്ങനെ അമ്മ തന്നെ? അമ്മ രാവിലെ കുക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് പോവാറ്. അപ്പൊ ഒന്നും ചെയ്യില്ലല്ലേ? അല്ല, ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. ഓക്കെ. അമ്മ ഇപ്പൊ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്തായിരിക്കും? എല്ലാം പൊതുവെ അങ്ങനെ എന്നാലും ഈ പനീർ, ഗോബി അങ്ങനത്തെ വെജ് ആണ്. സോറി. ഓക്കെ. അപ്പൊ അങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ. ഓക്കെ. ഇപ്പൊ ഒരു സ്പെഷ്യൽ ഡേ വന്നേ, എന്താണ് ഇപ്പൊ ബർത്ത്ഡേ ഒക്കെയാണ്, അമ്മ എനിക്ക് ഇത് വെച്ച് തരുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ. അതാണ്, മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമാണ്. അമ്മ വയ്ക്കുന്നത് സ്പെഷ്യൽ ഇഷ്ടമാണ്. അതെ. ഓക്കെ. ആൻഡ് അതുപോലെ തിരിച്ചമ്മയ്ക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? നൂഡിൽസ്, ഒരു ബിരിയാണി, കുക്കർ ബിരിയാണി. കാലൊടിഞ്ഞ് കിടന്നപ്പോ വേറെ വഴിയില്ലാതെ അമ്മയ്ക്ക് കഴിക്കേണ്ടി വന്നു. നല്ലതായിരുന്നു. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നത് നല്ല ടേസ്റ്റാണ്. ഒഴിക്കണമല്ലോ. ഷേപ്പ് പറഞ്ഞു. ദോശക്ക് എന്ത് കറി കൊടുത്തു? ചമ്മന്തി ഉണ്ടാക്കി. എന്നാലും ഈ ഒരു എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ചായ പഠിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഓക്കെ. അപ്പൊ അങ്ങനെ കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് പോലെ തന്നെ ഇപ്പൊ രാവിലെ പോകുമ്പോൾ മാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടു ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചും അങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെയൊക്കെ അങ്ങനെ മാനേജ് ചെയ്യും. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ബർത്ത്ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സർപ്രൈസസ് കൊടുക്കാൻ അങ്ങനെ ഞാനാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്ന മകളാണല്ലേ? ഓക്കെ. എന്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാമിന് കൊടുത്തൊരു സർപ്രൈസ്? ലേറ്റസ്റ്റ് ഇപ്പം ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സീരിയൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം സെറ്റില് കേക്കൊക്കെ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് കല്യാണം ഷൂട്ടിംഗ് ആയിരുന്നു, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ കേക്ക് പ്രാക്ടിക്കൽ അല്ല, കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തു കുറച്ച് സാധനങ്ങൾ, ചോക്ലേറ്റ്സ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വീട്ടില് വെച്ച് എന്നിട്ട് രാത്രി വന്നപ്പോൾ സർപ്രൈസ് ചെയ്തു. അതിനും മുന്നത്തെ ബർത്ത്ഡേക്ക് ഞാനൊരു ഡിജിറ്റൽ പെയിന്റിങ് മേടിച്ചു. ഞാനും അച്ഛനും അമ്മയും കൂടെ ഇപ്പം എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫോട്ടോയാണ്. അത് റീക്രിയേറ്റ് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു. അതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ്. അതായിരിക്കണം ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് തോന്നുന്നില്ല ഇത് ലാസ്റ്റ് തൊട്ടുള്ള ബർത്ത്ഡേക്ക്. അതുപോലെ തന്നെ അമ്മ എന്താണ് മകൾക്ക് ഇങ്ങനെ സർപ്രൈസ്? ഞാൻ പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇവിടെ അറിയിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർഡർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ ഡിലേ ആവും, അല്ലെങ്കിൽ ഞാൻ അറിയും. എന്റെ ഫോണിലോട്ടായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെയൊക്കെ പൊളിക്കാറ പതിവ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ആക്ട്രസ് ആണ്, ഒരു ഡാൻസർ ആണ്, അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അതിലൊക്കെ കൂടാതെ തന്നെ മാം ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ലാംഗ്വേജിലുള്ളത് നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീമേക്ക് സീരിയൽസ് കുറെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സ്റ്റോറി 1 ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡബിങ് സീരിയൽസ്, അതിന്റെ ഡയലോഗ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെബ് സീരീസ്, പിന്നെ ബുക്സും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതല്ല. അപ്പൊ ഏതൊക്കെ ലാംഗ്വേജസ് ആക്ച്വലി മാമിന് അറിയാം? അപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ഇത് മൂന്നിലും ഉള്ളത് ഹിന്ദിയിലത്, ഇംഗ്ലീഷിലത് ഇല്ലെങ്കിൽ ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏഷ്യനിലൊക്കെ കൂടുതലും സീരിയൽസ് ഒക്കെ ഹിന്ദി ആ ഒരു ഇതൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതിലൊക്കെ ഭയങ്കര ഒരു സ്കോപ്പ് ഉണ്ട്. ഏഷ്യാനെറ്റിലും സീ കേരളത്തിലും ഒക്കെ ഉണ്ട്. ഓക്കെ. ഞാൻ ഇവിടെ ഒരു ഇതിൽ തന്നെ കണ്ടു മാം പണ്ട് ലവ് ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്ന 20 പേജസിന്റെ ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഇതിലൊരു. ഞാൻ മലയാളം അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ KV-യിലായിരുന്നു. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ആയിരുന്നു അവിടെ മെയിൻ മീഡിയം. അപ്പോൾ ഈ നഴ്സറിയിൽ ലെറ്റേഴ്സ് ഒക്കെ എഴുതി പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ, ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ചതേ ഉള്ളൂ.
പിന്നെ ലവ് ലെറ്റേഴ്സ് എഴുതിയാണ് എഴുതാൻ പഠിച്ചത്. അപ്പൊ അതൊരു ചലഞ്ചിങ് ആയിരുന്നു അന്ന് ആ എഴുതുന്നത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടുപിടിച്ച് ആദ്യമൊക്കെ അവൾ എഴുതി തരുമായിരുന്നു. പിന്നെ അവള് പറഞ്ഞ ഈ പണി എനിക്ക് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ ഇരുന്ന് എഴുതേണ്ടി വന്നു. സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ആളെ കൊണ്ട് എഴുതിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? എന്നാലും അങ്ങനെ എഴുതി പഠിച്ചത് ഇപ്പൊ ഗുണമായി. ഇപ്പൊ മലയാളം എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഓസ്കാർ കിട്ടിയ ഒരു ഇതിന് ഡ്യൂൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഫിലിം അതിന്റെ മലയാളം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഈ ഒരു എന്താണ് ബിസി ലൈഫില്? അത് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി. ഇപ്പൊ പണ്ട് മുതലേ എല്ലാം ഒരുമിച്ച് ചെയ്ത് ശീലിച്ചുകൊണ്ട് ഇപ്പൊ അങ്ങനെ അതായത് ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നു. ഓക്കെ. മകള് സഹായിക്കാറുണ്ടോ റൈറ്റിങ്സിനൊക്കെ? ഇപ്പോൾ കൂടുതലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ടൈപ്പിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പോൾ അവൾ ഇരുന്ന് ടൈപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു എന്താണ് ഒരു ഡ്രീം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക അമ്മയ്ക്ക്? ഡാൻസിൽ PhD ഒക്കെ ചെയ്യണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഡോക്ടർ ആവാൻ പറ്റാത്തത് ഡോക്ടറേറ്റ്. ഇപ്പൊ മാം ചെയ്തോണ്ടിരിക്കുന്നത് PG ചെയ്തോണ്ടിരിക്കുകയാണ് ഭരതനാട്യത്തില്. PG ചെയ്ത് കഴിഞ്ഞപ്പോ PhD ചെയ്യാനായിട്ട് മനസ്സിലാഗ്രഹമുണ്ട്. അതൊക്കെ ഇനി വരുന്ന പോലെ. ഓക്കെ. അമ്മയുടെ ഡ്രീമിലേക്ക് എത്തിക്കാനായിട്ട് മകളുടെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണം കൊടുക്കാനായിട്ട്. അത് മെയിനായിട്ട് അമ്മയുടെ ഈ ബിസി സ്കെഡ്യൂൾ കാരണമുള്ള പ്രശ്നങ്ങളാണ് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ. അപ്പം എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് മകളെ ഒരു സ്ഥലത്ത് എത്തിക്കാനാണ് ഇപ്പോഴത്തെ മാമിന്റെ ഇതല്ലേ. ഇപ്പൊ സ്റ്റഡീസ് ആയാലും അല്ലെ MBBS ഒക്കെ നോക്കണം. എക്സാം എടുക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലവരൊന്ന് പഠിച്ചുകൂടിയതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊക്കെ തിരിച്ചിങ്ങോട്ട് പറയും. പക്ഷെ മാം അതല്ല, ഇപ്പൊ മീൻസ് ഇപ്പൊ തന്നെ എത്ര ഡിഗ്രീസ് ഉണ്ട്? MCOM MBA ഉണ്ട്, MBA ഉണ്ട്, ഇപ്പൊ ഭരതനാട്യത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതില് ഇല്ലേ അത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തില്ലേ? അവൾക്കൊരു എൻകറേജ്മെന്റ് ആവുമല്ലോ. അതാണ് പഠിത്തം. ഒരുമിച്ചിരുന്ന് പഠിക്കാറും ഒരുമിച്ച് പഠിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ? അതെ, അമ്മയ്ക്ക് എല്ലാ ചോദ്യത്തിനും ആൻസേഴ്സ് ഉണ്ടാവും. അത് അമ്മയുടെ ഒരു ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഏത് സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ അമ്മയെടുത്ത് പോയി ചോദിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എന്ത് ചോദിച്ചാലും പറഞ്ഞു. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ നടന്നൊരു ഫണ്ട് ഓർത്തെടുക്കാൻ പറഞ്ഞ എന്തായിരിക്കും? എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അമ്മ ആൻസർ പറയും, അതല്ലാതെ ഞാൻ തിരിച്ചു പറയും. അങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ലേ? അപ്പൊ എന്തായിരിക്കും പറയണ? പൊട്ട തെറ്റ് പറഞ്ഞു. അതെ, അത് ഇപ്പം ഞാൻ ഒന്നും അറിയില്ല എന്ന് പറയില്ല, പറഞ്ഞു കൊടുക്കും. അറിയില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല. അതല്ല എന്താ ലാസ്റ്റ് അങ്ങനെ ചെയ്ത അമ്മയൊന്ന് അങ്ങനെ എന്നും പല എന്നും നടക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ എടുത്തു പറയാം. എന്നാലും മാറ്റത്തില്ലല്ലേ ശൈലോ? അറിഞ്ഞോന്ന് സംഭവിച്ചില്ല. അമ്മയല്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണല്ലോ. വേണം എന്ന് പറഞ്ഞ തെറ്റ് പറഞ്ഞു കൊടുക്കണല്ലേ? അപ്പൊ അങ്ങനെയാണ്. അല്ല, അതുപോലെ തന്നെ മകൾക്ക് ഒരു ഡ്രീം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ മാമിന്? അവളുടെ ഡ്രീം ഡോക്ടർ ആവുക എന്നുള്ളതാണ്. അത് ഒരു ജനറൽ സർജൻ ആവുക എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം തരാം. എനിക്കൊരു സർജറി ഉണ്ടായിരുന്നപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ നോക്കിയപ്പം ഇപ്പൊ ഓർത്തോ ആണെങ്കിൽ നമ്മള് അങ്ങനെ ബോൺസ് അതായിട്ട്, ഇപ്പം എൻഡോക്രൈൻ ആണെങ്കിൽ തൈറോയിഡ് സർജൻ, അങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു ബോഡി പാർട്ടായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇപ്പൊ കാർഡിയോളജി ആയാലും വെറൈറ്റി ഉണ്ടല്ലോ, ഇതൊന്നും വേറെ ആരും കേൾക്കും. ജനറൽ സർജറി ആകുമ്പോ പല പല കേസസ് വരും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എല്ലാ ഭാഗം കുത്തിക്കും, അതാണ് മെയിൻ വെറൈറ്റി. അതാണ് മറ്റേ ഒരു സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളത്. ഓക്കെ. അപ്പൊ അതാണ് ഒരു ഡ്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്, മീൻസ് മകളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മാമിന് എങ്ങനെയാണ് കോണ്ടാക്ട്? എല്ലാരെയും അറിയാം. എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് മാമിനോട് ചോദിച്ചാൽ? ദേവു. അതെ, ദേവു ആണ് ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂളിൽ പഠിച്ച്? അല്ല, ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ മീറ്റ് ചെയ്തതാണ്. പക്ഷെ എന്തോ ബെസ്റ്റ് ഫ്രണ്ട്സ് ബോണ്ടായി. മാമിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്ന പോലെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു ബോണ്ടിലുള്ള ആളാണ്. ഓക്കെ.
ആൻഡ് അതുപോലെ തന്നെ പറഞ്ഞത് ഇപ്പൊ കുറച്ചുകൂടെ എന്താണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രം ആകുമ്പോഴത്തേനും എന്താണ് മറ്റേ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം തോന്നി, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലല്ലേ വീക്കെൻഡ്സ് ആയാലും ഒറ്റ മൈൻഡ് നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു, ആ ഒരു സമയമുള്ളപ്പോ അങ്ങനെ പോകാറുണ്ട്. ഓക്കെ. വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഹോളിഡേയ്സ് വെക്കേഷൻ ഒക്കെ വന്നാൽ അങ്ങനെ എവിടെയെങ്കിലും വെക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞങ്ങൾ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും നടക്കാറില്ല. ശരിയാവാറില്ല. പിന്നെ ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പോഴേക്കും ഞങ്ങള് കുറെ നേരം വണ്ടിയിൽ ഇങ്ങനെ കൂടുതലും 2 വീലറിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അറിഞ്ഞുകൂടാത്ത വഴി കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് ചായക്കടന്ന് ചായ ഒക്കെ കുടിച്ച്. ശംഖുമുഖമാണ് ഞങ്ങളുടെ ചായ സ്പോട്ട്. എവിടെയെങ്കിലും ഇറങ്ങിച്ചെന്ന് ശംഖുമുഖത്ത് എത്തും. എവിടെ കൂടെ ശംഖുമുഖത്ത് ചായ കുടിക്കും, തിരിച്ചു ഈവനിങ്സിലൊക്കെ. അതുപോലെ തന്നെ വീക്കെൻഡ്, ഇപ്പൊ ഒരു വീക്കെൻഡ് കിട്ടി, ഇന്നൊരു ഫ്രീ ഡേ ആണ്, ഫസ്റ്റ് നിങ്ങൾ എങ്ങോട്ടായി ഇവിടെ പോവാം അല്ലെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം? വീക്കെൻഡ് എനിക്ക് അങ്ങനെ ഒരു വീക്കെൻഡ് ഇല്ലല്ലോ. രണ്ടുപേർക്കും ഇപ്പൊ ഫ്രീ ടൈം കിട്ടുന്നു, അപ്പൊ ഇങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്, ഓക്കെ, ഇന്ന് ഫുൾ ഡേ ആണ്, ഇപ്പൊ രാവിലെ ആയിട്ടുള്ളത്, അപ്പൊ ഇവിടെ പോയി ഇന്ന് നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, അങ്ങനെ എന്തായിരിക്കും? ശംഖുമുഖം. രാവിലെ ശംഖുമുഖത്തിരിക്കും? രാവിലെ അല്ല, രാവിലെയാണ് ഒരു ഫുൾ ഡേ. രാവിലെ പ്ലാൻസ് പൊതുവെ അമ്മ മോർണിംഗ് പേഴ്സൺ അല്ല, അപ്പൊ രാവിലെ ഷൂട്ടിംഗ് ഉള്ളപ്പോഴൊക്കെ നേരത്തെ എണീറ്റ് പോകണം, അപ്പൊ അധികം ഉറങ്ങാൻ ടൈം കിട്ടാറില്ല. അപ്പൊ ഒരു ദിവസം കിട്ടുമ്പോൾ മാക്സിമം ഒന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ കുറച്ച് ലേസി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വന്ന് വീഴും. പിന്നെ കൂടുതലും ഈവനിങ്സിലൊക്കെയാണ് പുറത്ത് പോകാറുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ട്യൂഷനും എല്ലാത്തിനും മാം തന്നെയാണ് കൊണ്ടുപോകും, വിളിച്ചോണ്ട് വരെ? അത് തന്നെയാണോ ഇഷ്ടം, തന്നെ പോകാനെന്നേക്കാളും അമ്മ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പൊ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 18 കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഫ്രീ ആക്കണം. ഇതുവരെ ലൈസൻസ് ഇല്ല, ഇരുന്നൊരു പ്രശ്നമില്ല, 18 അപ്പോഴേ തുറന്നു വിട്ടോണെന്നാണ്, അങ്ങനെയാണോ? അങ്ങനെ തുറന്നു വിട്ടാലും പണ്ടുണ്ടായിരുന്നത് വലിയ ട്രാൻസിഷൻ ഒന്നും ഫീൽ ചെയ്യാനായിട്ടില്ല. എല്ലായിടത്തും ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലേ അമ്മ? എന്നാൽ അത് എനിക്ക് ഭയങ്കര ഒരു റിസ്ട്രിക്ഷൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഹാപ്പി ആയിട്ട്, മീൻസ് എല്ലാ കുരുത്തക്കേടിനും കൂടെ നിൽക്കാറുണ്ട്. നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് കാണുമ്പോൾ തന്നെ അറിയാം, മീൻസ് നിങ്ങൾ അത്ര ഫ്രീ ആണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ്, ഞാനും എൻ്റെ ഫ്രണ്ടും ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോവാം, അത് അതേപോലെയാണ് നിങ്ങളുടെ ഇടയിൽ. ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഒരാളല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലാത്ത വഴി കൂടെ പോവാം, വൈകിട്ട് പോയി ചായ കുടിക്കുക, അത് ശരിക്കും പറഞ്ഞാൽ 2 ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു കാര്യം തന്നെയാണല്ലോ. ആ ഒരു ബോണ്ടിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ലക്കില്ല, ഭയങ്കര ഭാഗ്യം തന്നെ ആയിരിക്കണം. അത് രണ്ടുപേർക്കും ഇപ്പം അങ്ങോട്ട് ഇപ്പം മാം ആയാലും അതായത് മകളായാലും ഓപ്പോസിറ്റ് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ. അത് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. ആണല്ലേ? അതെ. അപ്പൊ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ ഒരു ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കല്ലേ ബാക്കിയുള്ള ഫ്രണ്ട്സ്? അപ്പൊ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചില സമയം ഞാനിങ്ങനെ ഓവർ ഷെയർ ചെയ്യും ചില കാര്യങ്ങൾ, സ്കൂളിലൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിലെ കാര്യങ്ങൾ, ഞാൻ നിന്റെ അമ്മയാണ് എന്ന് എന്നോട് ഇങ്ങോട്ട് പറയാറില്ലേ? അതെ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, ഞാനിത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു എന്നൊക്കെ ഫ്രണ്ട്സ് കേൾക്കുമ്പം അന്തം വിടാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഓക്കെ. അപ്പൊ അത് ആ ഒരു മീൻസ് ഇതിപ്പോ ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയുന്നതിനുപരി എങ്കിലും വഴക്ക് പറയാം, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നും ഇല്ല, വലുതായിട്ടില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നല്ലോണം മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഇഷ്ടത്തിന് ചെയ്യാൻ വിടും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റുമ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് പറയാനുള്ള ഒരു ലൈഫ് ലെസൺ ആയിട്ട് എടുക്കണമല്ലോ. എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വിടാറുണ്ട്. ഇൻഡിപെൻഡന്റ് ആക്കി തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണ് ഇപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഓൾറെഡി എന്താണ് തയ്യാറായിരിക്കണം. അതെ, അമ്മ KVയിൽ പഠിച്ചതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നെയും KVയിൽ പഠിപ്പിക്കണം. KVയിൽ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളെ അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മള് ജീവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ലൈഫ് സ്റ്റൈൽ ആയാലും ലാംഗ്വേജിലായാലും എല്ലാത്തിലും അത് ആ സ്കൂളിന്റെ ഒരു എല്ലാ ടൈപ്പ് ആൾക്കാരും നമ്മുടെ കൂടെ പഠിക്കും, എല്ലാ ലാംഗ്വേജസ് അങ്ങനെ സർവൈവ് ചെയ്യാൻ പഠിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇത് അപ്പൊ ഇങ്ങനെ വെക്കേഷൻസിന്റെ പ്ലാനിങ്സ് ആയിട്ട് എങ്ങും പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല? പ്ലാനിങ് നടക്കാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ എക്സാം കഴിഞ്ഞിട്ട്, എക്സാം ആണ് എന്റെ ഡെഡ് ലൈൻ, അപ്പൊ അത് കഴിഞ്ഞിട്ട്
പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ ഈ അപ്പൊ നമുക്ക് ഇനി മാർച്ചിലാണല്ലേ മെയ്യിലാണ് മെയിൽ എക്സാം കഴിയുമ്പോൾ പിന്നെ ഒരു വലിയ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടായിരിക്കും പോകുന്നത്? അത് ഇങ്ങനെ കുറെ സ്പോട്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നടക്കുമായിരിക്കും അല്ലേ? അതിനകത്തുനിന്ന് ഏത് അപ്പൊ നടക്കൂ. ഓക്കെ. അതുപോലെ തന്നെ മകളുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിപ്പോൾ മാമിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും? പാട്ട് പാടാൻ ഇഷ്ടമാണ്. പിന്നെ എന്താ ഡ്രോയിങ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പണ്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ അതിനൊന്നും സമയമില്ല. ഫോണിൽ നിന്ന് മാറി നേരമില്ല. അങ്ങനെ പഠിത്തമാണോ? അതെ അല്ല, അങ്ങനെയാണ് പറയാറ്. അങ്ങനെയാണ് പറയാറ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? അതെ, അത്യാവശ്യം. റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവള് പല കാര്യങ്ങളും ഇങ്ങനെ എന്താ കണ്ട് പഠിക്കുന്നതുകൊണ്ട് അത് കുറെ എനിക്കും പറഞ്ഞു തരാറുണ്ട്. അപ്പൊ എനിക്കും കുറച്ചുകൂടെ ഒക്കെ അപ്ഡേറ്റഡ് ആവാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ ജനറേഷന് അറിയാലോ. അപ്പൊ കുറെ എല്ലാം അങ്ങനെ പറഞ്ഞു തരാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു നല്ല വശം അതാണ്. എപ്പോഴും ഫോണിലിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. ഇരിക്കാനായിട്ട് പറ്റുന്നത് എല്ലാ കാര്യങ്ങളും അറിയണ്ട. അതുപോലെ തന്നെ തിരിച്ച് അമ്മയുടെ ഹോബീസ് എന്തൊക്കെയാണ്? അമ്മയ്ക്ക് ഫ്രീ ടൈം കിട്ടാറില്ല എന്നാണ് സത്യം. പിന്നെ ബുക്സ് റീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേതൻ ഭഗത്തിന്റെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഇരിപ്പുണ്ട്. വായിക്കാറുണ്ട്. വായിച്ച് തീർത്തത് ഇരിപ്പുണ്ട്. അങ്ങനെ റീഡിങ് ഭയങ്കര ആഗ്രഹമുണ്ട്, വായിക്കണം എന്ന്. റീഡിംഗ് ആണ് അമ്മയുടെ മെയിൻ. പിന്നെ ഡാൻസും ഒക്കെ പാഷൻ. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് മീൻസ് മാമിന്റെ വീട് എറണാകുളമായിരുന്നു. ഫാമിലി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? അതെ, എറണാകുളത്ത് റിലേറ്റീവ്സ് പല സ്ഥലങ്ങളിലാണ്. ഓക്കെ. വിസിറ്റിങ്ങും കാര്യങ്ങളും അങ്ങോട്ട് പോകാറാണ്? അതൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും അല്ലാതെ ഇപ്പൊ കൂടുതൽ അമ്മയെ തിരിച്ചറിയുന്നുണ്ടോ? ആൾക്കാർ വന്ന് തിരിച്ചറിയുക? ഞങ്ങള് പണ്ട് ഈ ശംഖുമുഖത്തൊക്കെ പോകുമ്പോ സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. ആൾക്കാരൊക്കെ കുറെ വരുമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു, എനിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 5 കൊല്ലം അടുപ്പിച്ച് ശംഖുമുഖം എന്ന് പറഞ്ഞ സ്പോട്ടിൽ പോവാതെ ആയി. എനിക്ക് ഇഷ്ടമല്ല, പ്രൈവസി ഇല്ല, ആൾക്കാരൊക്കെ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പോവാതെ ആയി. പിന്നെ അല്ലാതെ അതെന്താണ്, കുശുമ്പ് കൊണ്ടാണോ? അത് അമ്മ കിട്ടില്ല അങ്ങനെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ ആയിട്ടാണ് അവിടെ പോയി ഇരിക്കാറുള്ളത്. അപ്പോ ആ ഒരു പ്രൈവസി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ എല്ലാരും ഈ ഷൂട്ടിംഗ് ഒക്കെ കണ്ട് ആൾക്കാർക്ക് അങ്ങനെ പഴയ പോലെയുള്ളൊരു ഇതൊന്നുമില്ല. ഇപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ന് പറയും. കുറച്ചു പേരൊക്കെ വന്ന് സെൽഫി എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. ഞാൻ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞത് മറന്നു വിചാരിക്കട്ടെ. കാരണം സംസാരിച്ച് കുഴപ്പമില്ല. അപ്പൊ ഇനിയൊരു അവസരത്തിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കിട്ടുമ്പോഴത്തേന് ഞാൻ തന്നെ പഠിപ്പിച്ചോളാം. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ മാം. ഇപ്പൊ മകളും അമ്മയും തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. കാരണം എപ്പോഴും മകൾ അമ്മയോട് തന്നെ ക്ലോസ് ആയിരിക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വന്ന് പറയാൻ പറ്റുന്നത്. മീൻസ് അമ്മമാരായാലും തിരിച്ചും അങ്ങനെ തന്നെ വേണം. കാരണം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അതുപോലെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് 2 പേരും കേട്ടോ. അപ്പോൾ പുതിയൊരു കരിയറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഭയങ്കര നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തട്ടെ, ജനറൽ സർജൻ തന്നെ ആവട്ടെ. അതുപോലെ തന്നെ മാമിനും എല്ലാവിധ ആശംസകളും നേരാണ്. പുതിയ നല്ല സീരിയൽസും സിനിമയൊക്കെ ആയിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ സിനിമ ഉർവശി മാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഇപ്പൊ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. ലേറ്റസ്റ്റ് കമ്മിങ് ആണല്ലേ? അപ്പോൾ അതും എല്ലാവരും തന്നെ പോയി കണ്ട് തന്നെ അതും വളരെ സക്സസ്ഫുൾ തന്നെ ആവട്ടെ എന്ന് വിഷയാണ് ഈ ഒരു മൊമെന്റിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദാറ്റ് ഈസ് ഇന്ദുലേഖ മാമും മകളുമാണ്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. അങ്ങനെ ഇത്രയും വിശേഷങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ മമ്മി ആൻഡ് മീ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.